കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ തിരുമേനിയുടെ ഭാഗത്തോടെ ഇനിയുള്ള കാര്യങ്ങളെ നിങ്ങളെ അറിയിക്കുകയാണ്. ഇനിയും നമുക്ക് നടക്കുവാനിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത് നമ്മുടെ പൂർവിക പിതാക്കന്മാരെ അനുസ്മരിച്ചുകൊണ്ട് ഖബറുകളിലെ ധൂപപ്രാർത്ഥനയാണ്. അതിൻ്റെ ക്രമീകരണം എന്ന് പറയുകയാണ്. ആദ്യമേ നമ്മുടെ അച്ഛന്മാരെ ഓർത്താണ് ധൂപം അർപ്പിക്കുന്നത്. നമ്മുടെ ജോഷു അച്ഛൻ്റെ ഖബറിൻ്റെ അവിടെ നിന്ന് അഭിമുഖ തിരുമേനിയും നമ്മുടെ തെക്കുവശത്തെ ഖബറിൽ രണ്ട് അച്ഛന്മാരുടെ ഒരച്ഛനും അതോടൊപ്പം തന്നെ അകത്തെ ഖബറുകൾ പാറയിലച്ഛൻ്റെയും ചെറിയലച്ഛൻ്റെയും ഖബറുകളുടെ ഒരച്ഛനും ഒരേ സമയത്ത് ധൂപം അർപ്പിക്കുന്നു. ധൂപം അർപ്പിച്ചതിന് ശേഷം നമ്മുടെ അച്ഛന്മാർ അകത്തുണ്ട്. നമ്മുടെ പൂർവികരുടെ ഖബറുകൾ ആ സമയത്ത് നമ്മൾ മെഴുകുതിരി കത്തിച്ച് അവിടെ നിൽക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പൂർവികരുടെ ഖബറുകൾ ധൂപം അർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി നമ്മുടെ റാസായുടെ ആരംഭം അതുപോലെ നമ്മളെ മെയിൻ ഗേറ്റിൽ നിന്നും പടിഞ്ഞാറ് വശത്തേക്ക് ഇറങ്ങി നമ്മളെ രണ്ട് ലൈനായിട്ട് ഭംഗിയായിട്ട് നിൽന്ന് നമ്മുടെ കിഴക്ക് വശത്ത്